നമസ്കാരം, അമൃതാണ്. ഈ സിനിമ ഒരു കോംബോ ഓഫറാണ്. AR റഹ്മാൻ പ്ലസ് ധനുഷ്. പിന്നെ ധനുഷിന്റെ തന്നെ സ്വന്തം തിരക്കഥ, സംവിധാനം. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ ധനുഷ് 100% വിജയിച്ചെന്ന് പറയാം. ഇതിന്റെ സെക്കൻഡ് ഹാഫ് കൺവിൻസിങ് അല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ റിവ്യൂസ് ചെയ്യാൻ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. ഇത്തരത്തിലുള്ള ഗ്യാങ് വാർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു യൂഷ്വൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടോറിയൽ സ്കില്ല് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എത്രയായിരുന്നാലും ആ തിരക്കഥയിൽ അദ്ദേഹത്തിന് അത്രത്തോളം ഫ്രീഡം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു എൻഡ് ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും മോഡുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആസ് എ ഡയറക്ടർ, ആസ് എ സ്റ്റോറി ടെല്ലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. കോംബോ ഓഫർ എന്ന് പറയാൻ കാരണം രായന്റെ ഓഡിയോ ലോഞ്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ പാട്ടുകളൊക്കെ കേട്ട് നോക്കി. പാട്ട് ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് ആ സ്റ്റോറിയായിട്ട് എംബെഡഡ് ആയിട്ടുള്ള സോങ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ പാട്ടുകൾ കൂടുതൽ ഇഷ്ടം വരും, അല്ലെങ്കിൽ ആ സന്ദർഭമായിട്ടൊക്കെ കണക്ട് ആകുമ്പോഴത്തേക്ക് ഈ പാട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൂടുതൽ ആസ്വാദ്യമായി മാറും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അത് അതുപോലെ തന്നെയാണ്. മൂവിയിൽ ആ പാട്ട് കേട്ട് പ്രത്യേകിച്ച് ഡോൾബി അറ്റ്മോസിൽ ഇവർ ഈ സൗണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ ഫോറിൻ സ്റ്റേജ് ഷോസും പരിപാടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ധനുഷിനൊപ്പം ഇരുന്ന് സാധനങ്ങൾ ഓരോരോ സന്ദർഭങ്ങളിലും വേണ്ടുന്ന സാധനങ്ങളെ കറക്റ്റിന് കമ്പോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സൗണ്ടിന്റെ ഒരു എൻഹാൻസ്മെന്റ്, അത് മ്യൂസിക്കലി അതങ്ങോട്ട് ഓരോ സന്ദർഭങ്ങളെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതി ഒരു സൗണ്ട്സും ഇതുവരെ കേട്ടിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ആയിട്ട് തോന്നിയില്ല. അതിലൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോംബോ എഫക്ട് മാത്രം മതി ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ പോയി കാണാനായിട്ട് മുതലാകും. പിന്നെ കാസ്റ്റിങ്ങിലൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ തോന്നി. ഇപ്പൊ അപർണ ബാലമുരളി, പുള്ളിക്കാരത്തി ശരിക്കും ഒരു തമിഴ് ക്യാരക്ടറായി മാറുവാണ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ബ്രദേഴ്സായിട്ട് വന്ന ഒരു ക്യാരക്ടർ വലിയ കുഴപ്പമില്ല. പക്ഷെ ജയറാമിന്റെ മകനൊക്കെ എനിക്ക് തോന്നുന്നു തമിഴ് സംസാരിക്കുന്നതുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഭയങ്കര ഒരു ഓഫ് കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അത്രയും റേഞ്ചിൽ ഒരു സിനിമ ചെയ്ത് വെക്കാനായിട്ടൊരു സംവിധാനം ഒരുങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ ബാക്ക് ചെയ്യുന്ന കാസ്റ്റുകൾ കുറച്ചും കൂടെ പവർഫുൾ ആയാലേ അതിന്റെ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ പെർഫെക്ഷൻ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ കുറച്ചൊരു ഓഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും SJ സൂര്യയൊക്കെ വേറെ ലെവല്. ഈ ഡാർക്ക് ഹ്യൂമറിന്റെ ഒക്കെ ഒരു കിങ് ആണ് അദ്ദേഹം. അത് സൂപ്പറായിട്ട് ഇതിനകത്ത് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ആക്ഷൻ കോറിയോഗ്രാഫി ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു. അതായത് ഫൈറ്റിന്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷനപ്പുറത്തേക്ക് അതെല്ലാം സ്ലോ മോയിലൊക്കെയാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ട് അത് ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെയുള്ള എക്സ്ട്രീം ഇമോഷണൽ സിറ്റുവേഷൻസിലൊക്കെയാണ് ഫൈറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പിന്നെ ധനുഷിന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഒരു ഏരിയയാണ് അത്. പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പോയിലർ ആണെങ്കിലും പറഞ്ഞു പോയേണ്ട ഒരു കാര്യമുണ്ട്. ഫൈനൽ പാർട്ടിൽ കാന്താരയൊക്കെ ചെയ്തിരിക്കുന്ന പോലുള്ള ഒരു സാധനം, ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതൊരു പാട്ടാണ്. പാട്ട് ഓൾറെഡി യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. ആ പാട്ട് അങ്ങോട്ട് തീർന്നിട്ട് കുറച്ച് ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിലൊക്കെ AR റഹ്മാന്റെ സ്കോർ മാത്രം കേട്ട് ഞെട്ടിയിരുന്നു പോയായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര ഒരു അറ്റ്മോസ് സൗണ്ടും എല്ലാം കൂടെ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീൽ ആയിരുന്നത്. അപ്പൊ എന്തായാലും ഓവറോൾ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ധനുഷ് ആസ് എ ഡയറക്ടർ, ആസ് എ കംപ്ലീറ്റ്, അതായത് ഡയറക്ഷൻ ആയിരുന്നാലും റൈറ്റിംഗ് ആയിരുന്നാലും എല്ലാ തരത്തിലുള്ള സ്കില്ലും അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് അദ്ദേഹം ഇതിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ AR റഹ്മാന്റെ നെക്സ്റ്റ് ലെവൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഇതിൽ ധനുഷിന്റെ കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ യങ് ഏജ് ഒക്കെ കാണിച്ചിരിക്കുന്നത് എങ്ങനെ കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തെ പോലെ ഇരിക്കുന്ന മറ്റൊരു കഥാപാത്രത്തിനെ കുറച്ചും കൂടെ യങ് ആയിട്ടുള്ള കഥാപാത്രത്തിനെ വെച്ച് ചെയ്തതുപോലെ എനിക്ക് കണ്ടിട്ട് തോന്നി. അതുപോലും അദ്ദേഹത്തിന്റെ ആ കണ്ണിലൊക്കെ ഉള്ള പെർഫെക്ഷനൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അത്രയും യങ് ആക്കാൻ മേക്കപ്പിലൂടെ വെറുതെ യങ് ആക്കിയിരിക്കുന്നതല്ല, എങ്കിലും അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ. സിനിമ തുടങ്ങുന്നത് തന്നെ ഈ രായൻ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു കുട്ടിക്കാലം മുതലുള്ള ഒരു ബിൽഡപ്പ്, അതിനകത്തുള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമ. ധനുഷിന്റെ എൻട്രി ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും നമ്മൾ ആ കുട്ടിക്കാലം അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ അറിയാം ഏത് റേഞ്ചിൽ ഈ കഥാപാത്രം മാറും എന്നുള്ളത് നമുക്ക് ആ കുട്ടിക്കാലം കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ എന്തായാലും സിനിമ ഒത്തിരി എൻജോയ് ചെയ്തു. ഞാൻ കണ്ട തിയേറ്റർ പറയുന്നില്ല, അതിനകത്ത് ഡോൾബി അറ്റ്മോസ് തന്നെ ആയിരുന്നു. എങ്കിലും സൗണ്ട് കുറച്ച് പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. ഈ അടുത്തും ഞാൻ ഏതൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു സൈഡിലൊരു ഊഫർ ഇങ്ങനെ അത് ഇളകുന്ന കുറച്ച് സൗണ്ടുകളൊക്കെ വന്നുകൊണ്ടിരുന്നു. അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തു. ഒരു ഫിക്സ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഇറിറ്റേറ്റിംഗ് ആണ്. വൈഫിനെയും കുട്ടികളെയൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. എക്സ്ട്രീം ബ്ലഡ് ഷെഡും വയലൻസും ഒക്കെ തന്നെയാണ്, എങ്കിലും കുട്ടികളെ കാണിക്കത്തക്ക ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഡോൾബി അറ്റ്മോസ് സൗണ്ട് ഉള്ള ഒരു തിയേറ്ററിൽ പോയി ഒന്നും കൂടെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എന്തായാലും സിനിമ എന്നെ പ്രേക്ഷകനെ 100% കൺവിൻസ് ചെയ്തു. എനിക്ക് വർക്കായി. ഓവറോൾ ആ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് IMDbയിൽ ഔട്ട് ഓഫ് 10 ഫുൾ മാർക്സ്. ആ ഫുൾ മാർക്സ് രണ്ടുപേർക്കാണ്, കോംബോയ്ക്കാണ്. AR റഹ്മാൻ ധനുഷ് കോംബോ
ഓസം. അപ്പോൾ ഏതായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.